അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികളുടെ കണക്കുകൾ അല്ലെങ്കിൽ അതിന്റെ എണ്ണം വളരെയധികം ആശങ്കയുയർത്തുന്നതാണ്. ബംഗളൂരുവിൽ നിന്നും 25 ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ വ്യാജരേഖകളിലൂടെ തന്നെ വിലസുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തുവരികയാണ്. ഇവർ ബംഗളൂരുവിലെ വിവിധ ഷോപ്പിംഗ് മാളുകൾ, മാർക്കറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മറ്റ് കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ജോലി ചെയ്തു വരുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെയധികം ഭയാനകം നിറഞ്ഞ അന്തരീക്ഷമാണ്. കാരണം ബംഗളൂരുവിൽ ഏകദേശം 1 കോടി ജനങ്ങളുണ്ട്. ഇതിൽ 25 ലക്ഷത്തിലധികം വരുന്ന ആളുകളാകട്ടെ ഇവർ ബംഗ്ലാദേശികളാണ് എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുവാനും പുറത്താക്കുവാനും ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇപ്പോൾ രൂപീകരിക്കും എന്നതാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കർണാടക ഗതാഗത മന്ത്രിയായ രാമലിംഗ റെഡ്ഡിയാണ് ഇപ്പോൾ നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതും. ബംഗളൂരുവിൽ 25 ലക്ഷം അനധികൃത ബംഗ്ലാദേശി റോഹിംഗ്യൻ കുടിയേറ്റക്കാരുണ്ട് എന്നും ഇത് ഭീതിജനകമായ സാഹചര്യമാണ് എന്നും സ്വതന്ത്ര MLA ആയ ബസനഗൌഡ പട്ടേൽ ഇവിടെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് യത്നാൽ. അനധികൃത ബംഗ്ലാദേശ് റോഹിംഗ്യൻ കുടിയേറ്റക്കാർ ബംഗളൂരുവിലെ ഷോപ്പിംഗ് മാളുകളിൽ ജോലിക്കാരും വിവിധ സ്ഥലങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥരായി തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നും ഇവരുടെ റേഷൻ കാർഡുകളും ആധാർ കാർഡുകളും വ്യാജമായി തന്നെ ഉണ്ടാക്കിയതാണ് എന്നതും ഇയാൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജില്ലകളിലും ഇതിനായി തന്നെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ആരോപണമായി തന്നെ പുറത്തു വരുന്നത്. അതേസമയം ബംഗാൾ മുഖ്യമന്ത്രിക്ക് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കുടിയേറ്റം നിയന്ത്രിച്ചില്ല എങ്കിൽ കർണാടകയിലും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നും ഈ നേതാവ് പറയുകയും ചെയ്തു. അനധികൃത കുടിയേറ്റത്തിന് കാരണം പോലീസിന്റെയും രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെയും വീഴ്ചയാണ് എന്നും ഇവിടെ കൂട്ടിച്ചേർത്തു. ഇത്തരം കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്ന ഹിന്ദു പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് MLAയുടെ അവകാശവാദം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്തണമെന്നും ആവശ്യം ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം ബംഗളൂരുവിൽ 25 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന വാദത്തെ ഇദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. നഗരത്തിന്റെ ജനസംഖ്യ ഏകദേശം 1 കോടിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അവിടെ ബംഗ്ലാദേശികളില്ലാത്ത 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട്. ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട്. മുൻപും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നതായി തന്നെ റെഡ്ഡി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അന്ന് കൊഡാക് അതുപോലെ ചിക്മംഗ്ലൂരു ജില്ലകളിലെ എല്ലാ തന്നെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ ആവശ്യമെങ്കിൽ അവരെ കണ്ടെത്തുവാനും പുറത്താക്കുവാനും ഞങ്ങൾ ഒരു സംഘത്തെ രൂപീകരിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് കർണാടക സർക്കാർ ഇക്കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും ബംഗ്ലാദേശ് റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ കണ്ടെത്താൻ 2025 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കർണാടകയിൽ ഇടയ്ക്കിടെ ഇത്തരം റെയ്ഡുകൾ നടന്നിട്ടുണ്ട് എന്നും നിയമലംഘനങ്ങളും സ്ഥിരീകരിച്ചാൽ കൂടുതലായി തന്നെ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.